JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുള്ള ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 51 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കമ്പ്യൂട്ടർ കമ്പോണൻസിൽ നിന്നും തെരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 51 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In which sequence does the computer operates? ഏത് ക്രമത്തിലാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സ്, ഓപ്ഷൻ ബി ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട്, ഓപ്ഷൻ സി പ്രോസസ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഓപ്ഷൻ ഡി ഔട്ട്പുട്ട് പ്രോസസ്സ് ഇൻപുട്ട്. ഇൻ വിച്ച് സീക്വൻസ് ഡസ് ദ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ്സ്? ഓപ്ഷൻ ബി ആൻസർ ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ? അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുടെ ഉപയോഗം എന്താണ്? ഓപ്ഷൻ എ അക്സെപ്റ്റ് ഡേറ്റ, ഓപ്ഷൻ ബി ഡിസ്പ്ലേസ് ഡേറ്റ, ഓപ്ഷൻ സി പ്രോസസ് ഡേറ്റ, ഓപ്ഷൻ ഡി സ്റ്റോർസ് ഡേറ്റ ഇൻസ്ട്രക്ഷൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻപുട്ട് ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടർ? അതായത് കമ്പ്യൂട്ടറിന്റെ കാര്യത്തില് എന്താണ് ഇൻപുട്ട്? ഓപ്ഷൻ എ സ്റ്റോർഡ് ഡേറ്റ, ഓപ്ഷൻ ബി അക്സെപ്റ്റഡ് ഡേറ്റ, ഓപ്ഷൻ സി കാൽക്കുലേറ്റഡ് ഡേറ്റ, ഓപ്ഷൻ ഡി പ്രോസസ്ഡ് ഡേറ്റ. വാട്ട് ഈസ് ഇൻപുട്ട് ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, അക്സെപ്റ്റഡ് ഡേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടർ? അതായത് കമ്പ്യൂട്ടറിന്റെ കാര്യത്തില് എന്താണ് ഔട്ട്പുട്ട്? ഓപ്ഷൻ എ സ്റ്റോർഡ് ഡേറ്റ, ഓപ്ഷൻ ബി റിസീവ്ഡ് ഡേറ്റ, ഓപ്ഷൻ സി അക്സെപ്റ്റഡ് ഡേറ്റ, ഓപ്ഷൻ ഡി പ്രോസസ്ഡ് ഡേറ്റ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, പ്രോസസ്ഡ് ഡേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, ചാൾസ് ബാബേജ് ഇൻവെന്റഡ് എ ഡാഷ്. ചാൾസ് ബാബേജ് കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ഇനിയാക്ക്, ഓപ്ഷൻ ബി എഡ്വാക്ക്, ഓപ്ഷൻ സി മാർക്ക് 1, ഓപ്ഷൻ ഡി അനലിറ്റിക്കൽ എഞ്ചിന്. ചാൾസ് ബാബേജ് ഇൻവെന്റഡ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, അനലിറ്റിക്കൽ എഞ്ചിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഡാഷ്. അതായത് കമ്പ്യൂട്ടറിന്റെ പിതാവാണ് ഡാഷ്. ഓപ്ഷൻ എ ജോൺ എക്കർട്ട്, ഓപ്ഷൻ ബി MV വിൽക്സ്, ഓപ്ഷൻ സി ജോൺ മോച്ചി, ഓപ്ഷൻ ഡി ചാൾസ് ബാബേജ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഈസ് ചാൾസ് ബാബേജ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഇലക്ട്രോണിക് കമ്പോണന്റ് യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. അതായത് ഒന്നാം തലമുറ കമ്പ്യൂട്ടറിന്റെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഘടകം. ഓപ്ഷൻ എ ട്രാൻസിസ്റ്റേഴ്സ്, ഓപ്ഷൻ ബി വാക്വം ട്യൂബ്സ്, ഓപ്ഷൻ സി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഓപ്ഷൻ ഡി സ്മോൾ സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, വാക്വം ട്യൂബ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് മെഷീൻ ടു പെർഫോം എ ലോങ് സർവീസസ് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ സക്സസ്ഫുള്ളി? അതായത് ഗണിതവും ലോജിക്കൽ പ്രവർത്തനവും വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യത്തെ യന്ത്രം ഏതാണ്? ഓപ്ഷൻ എ ഇനിയാക്ക്, ഓപ്ഷൻ ബി എഡ്വാക്ക്, ഓപ്ഷൻ സി മാർക്ക് 1, ഓപ്ഷൻ ഡി യൂണിവാക്ക് 1. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, മാർക്ക് 1. അടുത്ത ക്വസ്റ്റ്യൻ, the first general purpose programmable electronic computer was a dash. അതായത് ആദ്യത്തെ പൊതു ഉദ്ദേശ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആയിരുന്നു ഡാഷ്. ഓപ്ഷൻ എ ഇനിയാക്ക്, ഓപ്ഷൻ ബി എഡ്വാക്ക്, ഓപ്ഷൻ സി എഡ്സാക്ക്, ഓപ്ഷൻ ഡി യൂണിവാക്ക് 1. ഓപ്ഷൻ എ ആണ് ആൻസർ, ഇനിയാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ENIAC.
ENIACന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഓപ്ഷൻ ബി ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഓപ്ഷൻ സി ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ENIAC? ഓപ്ഷൻ സി ആണ് ആൻസർ, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ടു യൂസ് മാഗ്നറ്റിക് ടേപ്പ് ആൻഡ് ബഫർ മെമ്മറി? അതായത് മാഗ്നറ്റിക് ടേപ്പും ബഫർ മെമ്മറിയും ഉപയോഗിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻ എ എഡ്വാക്ക്, ഓപ്ഷൻ ബി എഡ്സാക്ക്, ഓപ്ഷൻ സി മാർക്ക് 1, ഓപ്ഷൻ ഡി യൂണിവാക് 1. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, യൂണിവാക് 1. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ഫോർട്രാൻ, കോബോൾ ആൻഡ് അൽഗോൾ അറ്റ് ഫസ്റ്റ്? അതായത് ഏത് തലമുറ കമ്പ്യൂട്ടറുകളാണ് ഫോർട്രാൻ, കോബോൾ, അൽഗോൾ എന്നിവ ആദ്യം ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഫസ്റ്റ്, ഓപ്ഷൻ ബി സെക്കൻഡ്, ഓപ്ഷൻ സി തേർഡ്, ഓപ്ഷൻ ഡി ഫോർത്ത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഇലക്ട്രോണിക് കമ്പോണന്റ് യൂസ്ഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? അതായത് രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഘടകത്തിന്റെ പേര് നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ LSI, ഓപ്ഷൻ ബി VLSI, ഓപ്ഷൻ സി ട്രാൻസിസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി വാക്വം ട്യൂബ്സ്. നയൻത് ഇലക്ട്രോണിക് കമ്പോണന്റ് യൂസ്ഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ട്രാൻസിസ്റ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, which generation of computing devices are based on artificial intelligence? അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ ഏത് തലമുറയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെക്കൻഡ്, ഓപ്ഷൻ ബി തേർഡ്, ഓപ്ഷൻ സി ഫോർത്ത്, ഓപ്ഷൻ ഡി ഫിഫ്ത്ത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഫിഫ്ത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, programmed computers to see and hear and react to other sensory stimuli is dash. അതായത് മറ്റ് സെൻസറി ഉത്തേജനങ്ങള് കാണുവാനും കേൾക്കാനും പ്രതികരിക്കാനും പ്രോഗ്രാം ചെയ്ത കമ്പ്യൂട്ടറുകളാണ് ഡാഷ്. ഓപ്ഷൻ എ റോബോട്ടിക്സ്, ഓപ്ഷൻ ബി എക്സ്പേർട്ട് സിസ്റ്റം, ഓപ്ഷൻ സി ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഓപ്ഷൻ ഡി നാച്ചുറൽ ലാംഗ്വേജ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, റോബോട്ടിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ദാറ്റ് മെഷേഴ്സ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സച്ച് ആസ് കറന്റ്, ടെമ്പറേച്ചർ എക്സെട്ര ഈസ് കോൾഡ് ആസ് ഡാഷ്. അതായത് വൈദ്യുതധാര, ഊഷ്മാവ് തുടങ്ങിയ ഭൗതിക അളവുകൾ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ബി ഹൈബ്രിഡ് കമ്പ്യൂട്ടർ, ഓപ്ഷൻ സി അനലോഗ് കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, അനലോഗ് കമ്പ്യൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following works with discrete values 0 and 1? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് 0, 1 എന്നീ പ്രത്യേക മൂല്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ അനലോഗ് ക്ലോക്ക്, ഓപ്ഷൻ ബി സ്പീഡോമീറ്റർ, ഓപ്ഷൻ സി തെർമോമീറ്റർ, ഓപ്ഷൻ ഡി ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, name the computer which is a combination of both analog and digital computers. അതായത് അനലോഗ് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ സംയോജനമായ കമ്പ്യൂട്ടറിന് പേര് നൽകുക. ഓപ്ഷൻ എ ലാപ്ടോപ്പ്, ഓപ്ഷൻ ബി ഡിജിറ്റൽ ഡയറി, ഓപ്ഷൻ സി ഹൈബ്രിഡ് കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, an example for hybrid computer is a dash.
അതായത് ഹൈബ്രിഡ് കമ്പ്യൂട്ടറിനുള്ള ഒരു ഉദാഹരണമാണ് ഡാഷ്. ഓപ്ഷൻ എ ലാപ്ടോപ്പ്, ഓപ്ഷൻ ബി സ്മാർട്ട് ഫോണ്, ഓപ്ഷൻ സി ECG മോണിറ്റർ, ഓപ്ഷൻ ഡി പേഴ്സണൽ കമ്പ്യൂട്ടർ. An example for hybrid computer is option C ആണ് ആൻസർ ECG monitor. അടുത്ത ക്വസ്റ്റ്യൻ. Microcomputer is also called as a dash. അതായത് മൈക്രോ കമ്പ്യൂട്ടർ ഡാഷ് എന്നും അറിയപ്പെടുന്നു. ഓപ്ഷൻ എ മിനി കമ്പ്യൂട്ടർ, ഓപ്ഷൻ ബി സൂപ്പർ കമ്പ്യൂട്ടർ, ഓപ്ഷൻ സി പേഴ്സണൽ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ is also called as a പേഴ്സണൽ കമ്പ്യൂട്ടർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കമ്പ്യൂട്ടർ ഹാസ് നോ കീബോർഡ്? അതായത് കീബോർഡ് ഇല്ലാത്ത കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻ എ ലാപ്ടോപ്പ്, ഓപ്ഷൻ ബി പാം ടോപ്പ്, ഓപ്ഷൻ സി സൂപ്പർ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി പേഴ്സണൽ കമ്പ്യൂട്ടർ. വിച്ച് കമ്പ്യൂട്ടർ ഹാസ് നോ കീബോർഡ്? ഓപ്ഷൻ ബി ആണ് ആൻസർ പാം ടോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. The fastest and most powerful computer is a dash. അതായത് ഏറ്റവും വേഗതയേറിയതും ശക്തവുമായ കമ്പ്യൂട്ടർ ആണ് ഡാഷ്. ഓപ്ഷൻ എ മിനി, ഓപ്ഷൻ ബി മെയിൻ ഫ്രെയിം, ഓപ്ഷൻ സി മൈക്രോ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി സൂപ്പർ കമ്പ്യൂട്ടർ. The fastest and most powerful computer is ഓപ്ഷൻ ഡി ആണ് ആൻസർ സൂപ്പർ കമ്പ്യൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ എ ഡാഷ്. അതായത് ഡാഷിലും ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ ബില്ലിംഗ്, ഓപ്ഷൻ ബി അനലോഗ് ക്ലോക്ക്, ഓപ്ഷൻ സി തെർമോമീറ്റർ, ഓപ്ഷൻ ഡി സ്പേസ് ഷിപ്പ് ആൻഡ് മിസൈൽ സിസ്റ്റം. ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ സ്പേസ് ഷിപ്പ് ആൻഡ് മിസൈൽ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. The most commonly used input device is a dash. അതായത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഡാഷ്. ഓപ്ഷൻ എ പ്രിന്റർ, ഓപ്ഷൻ ബി ഡിജിറ്റൈസർ, ഓപ്ഷൻ സി സ്പീക്കർ, ഓപ്ഷൻ ഡി കീബോർഡ്. The most commonly used input device is ഓപ്ഷൻ ഡി ആണ് ആൻസർ കീബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which is used to accept data and instructions from the outside world and supply is to computer. അതായത് പുറം ലോകത്തിൽ നിന്നുള്ള ഡാറ്റയും നിർദ്ദേശങ്ങളും സ്വീകരിക്കാനും കമ്പ്യൂട്ടറിലേക്ക് വിതരണം ചെയ്യാനും ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ALU, ഓപ്ഷൻ ബി ഇൻപുട്ട് യൂണിറ്റ്, ഓപ്ഷൻ സി ഔട്ട്പുട്ട് യൂണിറ്റ്, ഓപ്ഷൻ ഡി കൺട്രോൾ യൂണിറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ ഇൻപുട്ട് യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രോണിക് ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് എ ഡാഷ്. അതായത് കമ്പ്യൂട്ടറിന്റെ ഇലക്ട്രോണിക് തലച്ചോറാണ് ഡാഷ്. ഓപ്ഷൻ എ CPU, ഓപ്ഷൻ ബി പ്ലോട്ടർ, ഓപ്ഷൻ സി മോണിറ്റർ, ഓപ്ഷൻ ഡി മെമ്മറി. ഓപ്ഷൻ എ ആണ് ആൻസർ CPU. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following performs arithmetic and logical operations? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഗണിതവും യുക്തിസഹജവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഓപ്ഷൻ എ CU, ഓപ്ഷൻ ബി ALU, ഓപ്ഷൻ സി മെമ്മറി, ഓപ്ഷൻ ഡി ജോയ്സ്റ്റിക്ക്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ ALU. അടുത്ത ക്വസ്റ്റ്യൻ. Name the unit which decodes and executes the instructions extracted from memory. അതായത് മെമ്മറിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത നിർദ്ദേശങ്ങൾ ഡീകോഡ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന യൂണിറ്റിന് പേര് നൽകുക. ഓപ്ഷൻ എ CU, ഓപ്ഷൻ ബി ALU, ഓപ്ഷൻ സി ഇൻപുട്ട് യൂണിറ്റ്, ഓപ്ഷൻ ഡി ഔട്ട്പുട്ട് യൂണിറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ CU. അടുത്ത ക്വസ്റ്റ്യൻ. Which device provides the results in human readable form? അതായത് ഏത് ഉപകരണമാണ് മനുഷ്യർക്ക് വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഫലങ്ങൾ നൽകുന്നത്? ഓപ്ഷൻ എ ഇൻപുട്ട്, ഓപ്ഷൻ ബി ഔട്ട്പുട്ട്, ഓപ്ഷൻ സി മൗസ്, ഓപ്ഷൻ ഡി സ്റ്റോറേജ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ ഔട്ട്പുട്ട്.
അടുത്ത ക്വസ്റ്റ്യൻ ദ എക്സാമ്പിൾ ഫോർ ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് ഡാഷ്. അതായത് ഒരു ഔട്ട്പുട്ട് ഉപകരണത്തിന് ഉദാഹരണം ഡാഷ് ആണ്. ഓപ്ഷൻ എ പ്രിന്റർ, ഓപ്ഷൻ ബി സ്കാനർ, ഓപ്ഷൻ സി ലൈറ്റ് പെന്ന്, ഓപ്ഷൻ ഡി മൈക്രോഫോൺ. ദ എക്സാമ്പിൾ ഫോർ ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് ഓപ്ഷൻ എ ആണ് ആൻസർ പ്രിന്റർ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. അതായത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ എന്നിവയിൽ ഡാഷ് എന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ CBT, ഓപ്ഷൻ ബി ATM, ഓപ്ഷൻ സി CAD/CAM, ഓപ്ഷൻ ഡി MRI സ്കാനർ. ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ സി ആണ് ആൻസർ CAD/CAM. അടുത്ത ക്വസ്റ്റ്യൻ ദ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇൻ ബാങ്ക്സ് ആർ ഡാഷ്. അതായത് ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഓപ്ഷൻ എ ഡിജിറ്റൈസർ, ഓപ്ഷൻ ബി ലൈറ്റ് പെന്ന്, ഓപ്ഷൻ സി ജോയ്സ്റ്റിക്ക്, ഓപ്ഷൻ ഡി മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. ദ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇൻ ബാങ്ക്സ് ആർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. അതായത് ആശയവിനിമയത്തിൽ ഡാഷിനായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ DTP, ഓപ്ഷൻ ബി ഇമെയിൽ, ഓപ്ഷൻ സി CT സ്കാൻ, ഓപ്ഷൻ ഡി ഗ്രാഫിക്സ്. ഇൻ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇമെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ RCA jack is used to connect dash. അതായത് ഈ ഡാഷ് ബന്ധിപ്പിക്കാൻ RCA jack ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി മോണിറ്റർ, ഓപ്ഷൻ സി കീബോർഡ്, ഓപ്ഷൻ ഡി സ്പീക്കർ, മൈക്ക്, ഹെഡ്ഫോൺ. RCA jack is used to connect. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് 25 പിൻ പാരലൽ പോർട്ട്. അതായത് 25 പിൻ പാരലൽ പോർട്ടിന്റെ ഉപയോഗം എന്താണ്? ഓപ്ഷൻ എ ടു കണക്ട് മൗസ്, ഓപ്ഷൻ ബി ടു കണക്ട് സ്കാനർ, ഓപ്ഷൻ സി ടു കണക്ട് കീബോർഡ്, ഓപ്ഷൻ ഡി ടു കണക്ട് ദ പ്രിന്റർ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് 25 പിൻ പാരലൽ പോർട്ട്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ടു കണക്ട് ദ പ്രിന്റർ. അടുത്ത ക്വസ്റ്റ്യൻ VGA connector is used to connect the dash. അതായത് ഡാഷ് ബന്ധിപ്പിക്കാൻ VGA കണക്ടർ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ പ്രിന്റർ, ഓപ്ഷൻ ബി മോണിറ്റർ, ഓപ്ഷൻ സി സ്പീക്കർ, ഓപ്ഷൻ ഡി കീബോർഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ മോണിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ which is used to connect the keyboard. അതായത് കീബോർഡ് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ VGA and USB, ഓപ്ഷൻ ബി PS/2 and USB, ഓപ്ഷൻ സി PS/2 and VGA, ഓപ്ഷൻ ഡി parallel and serial. which is used to connect the keyboard. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ in which of the following ports mouse can be connected. അതായത് ഇനി പറയുന്നതിൽ ഏത് പോർട്ടിലാണ് മൗസ് ബന്ധിപ്പിക്കാൻ കഴിയുക? ഓപ്ഷൻ എ VGA and USB, ഓപ്ഷൻ ബി PS/2 and USB, ഓപ്ഷൻ ഡി PS/2 and VGA, ഓപ്ഷൻ ഡി parallel and serial. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ The physical units of a computer are called as a dash. അതായത് കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ യൂണിറ്റുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഫ്രീവെയർ, ഓപ്ഷൻ ബി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി ഹാർഡ്വെയർ, ഓപ്ഷൻ ഡി ഷെയർവെയർ. The physical units of a computer are called as ഓപ്ഷൻ സി ആണ് ആൻസർ ഹാർഡ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ An example for an internal hardware of a computer is a dash. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ ആന്തരിക ഹാർഡ്വെയറിനുള്ള ഒരു ഉദാഹരണമാണ് ഡാഷ്. ഓപ്ഷൻ എ പ്രിന്റർ, ഓപ്ഷൻ ബി SMPS, ഓപ്ഷൻ സി മോണിറ്റർ, ഓപ്ഷൻ ഡി സ്കാനർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ SMPS. അടുത്ത ക്വസ്റ്റ്യൻ Which one of the following is an internal hardware of a computer? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിന്റെ ആന്തരിക ഹാർഡ്വെയർ? ഓപ്ഷൻ എ മോണിറ്റർ,
ഓപ്ഷൻ ബി സ്പീക്കർ, ഓപ്ഷൻ സി വീഡിയോ കാർഡ്, ഓപ്ഷൻ ഡി മൈക്രോഫോണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, വീഡിയോ കാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ എക്സാമ്പിൾ ഫോർ ആണ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് ഡാഷ്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ ബാഹ്യ ഹാർഡ്വെയറിനുള്ള ഉദാഹരണം. ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി മൗസ്, ഓപ്ഷൻ സി സൗണ്ട് കാർഡ്, ഓപ്ഷൻ ഡി മദർ ബോർഡ്. ദ എക്സാമ്പിൾ ഫോർ ആൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ, മൗസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫുൾ ഫോം ഓഫ് CPU ഈസ് എ ഡാഷ്. അതായത് CPUവിന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ എ സെൻട്രൽ പ്രയോറിറ്റി യൂണിറ്റ്, ഓപ്ഷൻ ബി സെൻട്രൽ പ്രൈമറി യൂണിറ്റ്, ഓപ്ഷൻ സി സെൻട്രൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഓപ്ഷൻ ഡി സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ദ ഫുൾ ഫോം ഓഫ് CPU ഈസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The CPU comprises of dash and dash. അതായത് ഈ CPU ഉൾപ്പെടുന്നത് ഡാഷ് ആൻഡ് ഡാഷ് ആണ്. ഓപ്ഷൻ എ ALU ആൻഡ് CU, ഓപ്ഷൻ ബി ALU ആൻഡ് ഇൻപുട്ട് യൂണിറ്റ്, ഓപ്ഷൻ സി CU ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്, ഓപ്ഷൻ ഡി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ദ CPU comprises of dash and dash. ഓപ്ഷൻ എ ആണ് ആൻസർ, ALU ആൻഡ് CU. അടുത്ത ക്വസ്റ്റ്യൻ. Which is used to plug external device at the back of a computer. അതായത് ഈ കമ്പ്യൂട്ടറിന്റെ പിൻഭാഗത്ത് ബാഹ്യ ഉപകരണം പ്ലഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സ്ലോട്ട്, ഓപ്ഷൻ ബി പോർട്ട്, ഓപ്ഷൻ സി സോക്കറ്റ്, ഓപ്ഷൻ ഡി ഇന്റർഫേസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, പോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. The input/output port can be either a dash. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഒന്നുകിൽ ഡാഷ് ആകാം. ഓപ്ഷൻ എ ഹൈ ഓർ ലോ, ഓപ്ഷൻ ബി ടോപ്പ് ഓർ ബോട്ടം, ഓപ്ഷൻ സി സീരിയൽ ഓർ പാരലൽ, ഓപ്ഷൻ ഡി വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ. The input/output port can be either serial or parallel. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The primary component of the entire system is a dash. അതായത് മുഴുവൻ സിസ്റ്റത്തിന്റെ പ്രാഥമിക ഘട്ടം ഡാഷ് ആണ്. ഓപ്ഷൻ എ ALU, ഓപ്ഷൻ ബി CPU, ഓപ്ഷൻ സി സ്റ്റോറേജ് യൂണിറ്റ്, ഓപ്ഷൻ ഡി മദർ ബോർഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, CPU. അടുത്ത ക്വസ്റ്റ്യൻ. The full form of ALU is. അതായത് ALU എന്നതിന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ എ ആർട്ടിഫിഷ്യൽ ലോജിക് യൂണിറ്റ്, ഓപ്ഷൻ ബി അരിത്തമെറ്റിക് ലോക്കൽ യൂണിറ്റ്, ഓപ്ഷൻ സി അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, ഓപ്ഷൻ ഡി ആഡിംഗ് ആൻഡ് ലോഡിംഗ് യൂണിറ്റ്. ദ ഫുൾ ഫോം ഓഫ് ALU ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫുൾ ഫോം ഓഫ് RAM ഈസ്. RAM എന്നതിന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ എ റീഡ് ആക്സസ് മെമ്മറി, ഓപ്ഷൻ ബി റീഡ് ആക്സസ് മെമ്മറി, ഓപ്ഷൻ സി റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ ഡി റീഡബിൾ ആക്സസ് മെമ്മറി. ദ ഫുൾ ഫോം ഓഫ് RAM ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ, റാൻഡം ആക്സസ് മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫുൾ ഫോം ഓഫ് CD-ROM ഈസ്. CD-ROM എന്നതിന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ എ കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ ബി കോമൺ ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ സി കമ്പ്യൂട്ടർ ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ ഡി കമ്പ്യൂട്ടിംഗ് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. ഓപ്ഷൻ എ ആണ് ആൻസർ, കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫുൾ ഫോം ഓഫ് DVD ഈസ്. DVD എന്നതിന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ എ ഡിജിറ്റൽ വെർച്വൽ ഡിസ്ക്, ഓപ്ഷൻ ബി ഡൈനാമിക് വീഡിയോ ഡിസ്ക്, ഓപ്ഷൻ സി ഡിജിറ്റൽ വെർസ്റ്റൈൽ ഡിസ്ക്, ഓപ്ഷൻ ഡി ഡൈനാമിക് വെർസ്റ്റൈൽ ഡിസ്ക്. ഓപ്ഷൻ സി ആണ് ആൻസർ, ഡിജിറ്റൽ വെർസ്റ്റൈൽ ഡിസ്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.